ഇന്ന് നമുക്ക് അജിത്തും തൃഷയും കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന വിടാമുയർച്ചി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായകനും നായികയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണ്. എന്നാൽ 12 വർഷങ്ങൾക്ക് ശേഷം നായിക ഡിവോഴ്സ് ആവശ്യപ്പെടുന്നു. നായികയെ വീട്ടിലാക്കുവാനായി പോകുന്ന സമയം കാർ പഞ്ചറായപ്പോൾ നായിക ഒരു ട്രക്കിൽ കയറി പോകും. കാറ് ശരിയാക്കി നായകൻ വന്നപ്പോഴോ നായികയെ ആരോ കടത്തിക്കൊണ്ട് പോയിരിക്കുന്നു. അതാരായിരിക്കും? നായികയെ നായകൻ കണ്ടെത്തി കാണുമോ? 12 വർഷങ്ങൾക്ക് ശേഷം നായിക ഡിവോഴ്സ് ആവശ്യപ്പെട്ടതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ഇതൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ വിദേശ രാജ്യത്ത് താമസിക്കുന്ന നായകനായ അർജുനെയും നായികയായ കയലിനെയുമാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. എന്നാൽ ഇവരാണെങ്കിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടോ പോവുകയാണ്. എന്നാൽ അത് കഴിഞ്ഞ് 12 വർഷങ്ങൾക്ക് മുൻപാണ് കാണിക്കുന്നത് അർജുന്റെയും കയലിന്റെയും വിവാഹ ദിവസം. എല്ലാവരും ചേർന്ന് വിവാഹം ആഘോഷമാക്കി. കയലിന്റെയും അർജുന്റെയും ജീവിതം സന്തോഷമായി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഒരു 3 വർഷങ്ങൾ കടന്നുപോയി. കയൽ പ്രഗ്നന്റ് ആയി. എന്നാൽ കയൽ ബാത്റൂമിൽ തെന്നി വീണ് ആ ഒരു കുഞ്ഞ് അബോഷനായി പോവുകയാണ്. പരിശോധന നടത്തിയ ഡോക്ടർ പറയുന്നു ഇനി ഒരിക്കലും കയലിന് കുഞ്ഞ് ജനിക്കില്ല എന്ന്. അത് കയലിനും അർജുനും താങ്ങാനായില്ല. ആ ഒരു സംഭവത്തിൽ പിന്നെ അർജുനോടുള്ള സ്നേഹം കയലിന് കുറഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. അർജുനോടൊന്നും മിണ്ടുന്നത് പോലും ഇപ്പോൾ കയലിന് താല്പര്യമില്ലാതായിരിക്കുകയാണല്ലോ. അങ്ങനെ കുറച്ചു വർഷങ്ങൾ മുന്നോട്ട് പോകെ കയലിന് മറ്റൊരാളുമായി അഫെയർ ഉണ്ടാവുകയാണ്. അതാണെങ്കിൽ നമ്മുടെ നായകനായ അർജുനും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് വലിയ പ്രശ്നമാക്കണ്ട എന്നൊക്കെ കരുതി കയലിനോടൊന്നും ചോദിക്കില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ കയലാണെങ്കിൽ അർജുനോട് സംസാരിക്കുവാനായി വരും. എന്തെന്നാൽ കയലിന് ഡിവോഴ്സ് വേണം. അത് കേട്ടതും അർജുന് താങ്ങാനായില്ല. അർജുന് കാര്യമെല്ലാം അറിയാമല്ലോ. എന്നാലും കയലുമായി പ്രണയിച്ചിരുന്ന നിമിഷങ്ങളൊക്കെ അർജുൻ ഒന്ന് മനസ്സിലോർക്കും. ആ ഒരു നിമിഷങ്ങളെല്ലാം അർജുൻ ഓർക്കുന്നത് വേദനയോട് കൂടിയാണ് ഓർക്കുന്നതും. എന്നാൽ കയൽ പറയുന്നത് ഞാൻ എന്തായാലും എന്റെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. ഡിവോഴ്സ് നോട്ടീസ് വന്നു കഴിഞ്ഞാൽ അതിലെനിക്ക് ഒപ്പിട്ട് അയച്ചു തരണമെന്നും അവൾ ഒരു വെറുപ്പോടു കൂടിയാണ് അർജുനോട് സംസാരിക്കുന്നതും. അതിനുവേണ്ടി താൻ എന്ത് തെറ്റാ ചെയ്തെന്നൊക്കെ അർജുൻ ചിന്തിക്കുന്നുമുണ്ട്. എന്നാൽ അർജുൻ പറയുന്നത് ഞാനും കൂടി വരാം. പക്ഷെ കയലാണെങ്കിൽ സമ്മതിക്കുന്നില്ല. എന്തായാലും ഇത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള അവസാന യാത്രയായിരിക്കില്ലേ, അതുകൊണ്ട് ഇത്തവണത്തേക്ക് ഞാനും കൂടി വരാമെന്ന് പറയുന്നു. ഒരുപാട് സംസാരിച്ച് കയലിനെ കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ കയൽ സമ്മതിക്കുകയും ചെയ്യും. രണ്ടുപേരും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ്. അതാണ് സിനിമയുടെ തുടക്കത്തിലും കാണിച്ചത്. അങ്ങനെ അവർ കാറിൽ യാത്ര ആരംഭിക്കുന്നു. കാറിൽ പോകുന്ന സമയത്ത് അർജുൻ ഓരോന്ന് സംസാരിക്കുവാനായി ശ്രമിക്കുമെങ്കിലും അതിന് മറുപടി കൊടുക്കുവാനോ അവൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുവാനോ കയൽ കൂട്ടാക്കുന്നതേയില്ല. അതെല്ലാം അർജുന് നല്ല വിഷമമാകുന്നുണ്ട്. അവർ കോഫി കുടിക്കുവാനായി കയറുന്ന സമയത്തും കയൽ മാറി നിന്ന് ആരെയോ ഫോൺ വിളിക്കുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് അർജുനും കയലും. എന്നാൽ ഇപ്പോൾ കയലിന്റെ ഈ ഒരു സ്വഭാവത്തിൽ മാറ്റം വന്നിരിക്കുന്നല്ലോ. അവൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയുമായിരിക്കും എന്നൊക്കെ അർജുൻ പ്രതീക്ഷിച്ചു. പക്ഷെ അവൾ ഒന്നും പറഞ്ഞതേയില്ല. വീണ്ടും അവർ യാത്ര ആരംഭിച്ചു. എന്നാൽ കാറ് മുന്നോട്ട് പോകുന്ന സമയം തന്നെ മറ്റൊരു കാറ് അവരുടെ കാറിൽ വന്നിരിക്കുകയാണ്. കാറിൽ നിന്നും പുറത്തിറങ്ങിയ അർജുനാണെങ്കിൽ നിനക്കൊന്ന് കണ്ണു കണ്ടൂടെ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ വഴക്ക് പറയുവാനായി ചെല്ലും. എന്നാൽ ആ കാറിൽ നിന്നും പുറത്തു വന്ന 2 പേരാണെങ്കിൽ അർജുനെയും കയലിനെയും മോശമായി ഓരോന്ന് വഴക്ക് പറയുകയും ഒക്കെ ചെയ്തു. എന്നാൽ അർജുനാണെങ്കിൽ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കണ്ട എന്ന് ചിന്തിച്ച് അവിടെ നിന്ന് പോകുവാനായി ഒരുങ്ങും. പുറം രാജ്യമല്ലേ, അവിടെ വല്ല പ്രശ്നവും ഉണ്ടാക്കണ്ട എന്നാണ് അർജുൻ ചിന്തിക്കുന്നതും. അവർ വീണ്ടും യാത്രയായി. അങ്ങനെ അവർ ഒരു പെട്രോൾ പമ്പിൽ കയറി. അർജുൻ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന സമയം കയലാണെങ്കിൽ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകും. എന്നാൽ അർജുൻ പെട്രോൾ അടിച്ചുകൊണ്ട് നിൽക്കവേ തന്നെ കാറിൽ വന്ന പ്രശ്നമുണ്ടാക്കി 2 പേരുണ്ടല്ലോ, അവർ വീണ്ടും പെട്രോൾ പമ്പിലേക്ക് വരികയാണ്. അവിടെ വെച്ചും അർജുനെ കണ്ടിട്ട് ഓരോന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുവാനായും ശ്രമിക്കും. പക്ഷെ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ് അർജുൻ. എന്നാൽ മറ്റൊരു വശത്ത് സൂപ്പർ മാർക്കറ്റിലേക്ക് കയൽ പോയിട്ടുണ്ടല്ലോ. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് 2 പേരെ പരിചയപ്പെടും, രക്ഷിത്തും ദീപികയും. ഇവർ 2 പേരും തമിഴ് സംസാരിക്കുന്നത് കൊണ്ടാണ് കയൽ ഇവരുമായി നല്ല കമ്പനിയാകുന്നതും. സൂപ്പർ മാർക്കറ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി വന്ന കയൽ കാണുന്നത് ആ കാറിൽ വന്നവരുണ്ടല്ലോ, അവർ അർജുനുമായി പ്രശ്നമുണ്ടാക്കുന്നതാണ്. അവിടേക്ക് ചെന്ന കയലാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കണ്ട, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അർജുനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. കാറിൽ പോകുന്ന സമയത്തും കഴിച്ച ഫുഡ് ശരിയാകാത്തതിന്റെ പ്രശ്നമൊക്കെ കയലിനുണ്ടായിരുന്നു. എന്നാൽ ആ പ്രശ്നമുണ്ടാക്കുന്നവരുണ്ടല്ലോ, അവർ വീണ്ടും ഇവരെ കാറിൽ ഫോളോ ചെയ്യുവാനായും തുടങ്ങി. അർജുൻ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അർജുൻ ആകെ പേടിയാകുവാനായും തുടങ്ങി. എന്നാൽ ഒരു ഘട്ടത്തിൽ അർജുന്റെ കാറാണെങ്കിൽ പഞ്ചറായി പോവുകയാണ്. അർജുൻ പുറത്തേക്കിറങ്ങി കാറിലെ പ്രശ്നങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ കാറിൽ വന്ന് ശല്യം ചെയ്യുന്നവരുണ്ടല്ലോ, അവർ കുറെ മുന്നിൽ കാറ് കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ഇവരെ തന്നെ നോക്കി നിൽക്കും. അത് കയലും ശ്രദ്ധിക്കുന്നുണ്ട്.
കയലിനും വല്ലാതെ പേടിയാകുവാനായും തുടങ്ങി. കയൽ ഉടനെ തന്നെ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓപ്പോസിറ്റ് വരുന്ന ട്രക്കിന് കൈ കാണിക്കും. എന്നാൽ ആ ട്രക്കിലുണ്ടായിരുന്നത് രക്ഷിത്തും ദീപികയുമായിരുന്നു. അവരോട് കയൽ കാര്യം പറഞ്ഞു. എന്നാൽ രക്ഷിത് പറയുന്നത് ഇവിടെ ഇനി വണ്ടിയൊന്നും വരാൻ പോകുന്നില്ല, മാത്രമല്ല ഇവിടെ സിഗ്നൽ ഒന്നും കിട്ടത്തുമില്ല, ഇനി പുറത്തേക്ക് വല്ലെന്ന് കടക്കണമെങ്കിൽ ഒരു 100 കിലോമീറ്റർ എങ്കിലും കടക്കണമെന്നും രക്ഷിത് പറയുന്നു. ദീപിക പറയുന്നത് നമ്മളും അങ്ങോട്ടല്ലേ പോകുന്നത്, കയലിനെ അവിടെയുള്ള റെസ്റ്റോറന്റിലാക്കിയേക്കാം, അപ്പോൾ വണ്ടിയും ശരിയാക്കി അർജുൻ അവിടേക്ക് വരട്ടെ എന്ന് ദീപിക പറയും. കയലിനത് സമ്മതമായിരുന്നു. എന്നാൽ അർജുൻ അത് ഒട്ടും താല്പര്യമില്ല. മനസ്സോടെയാണ് അവരോടൊപ്പം കയലിനെ പറഞ്ഞു വിടുന്നതും. അർജുനാണെങ്കിൽ ഒട്ടും മനസമാധാനമില്ലാതെ അവിടെ നിൽക്കും. എന്നാൽ ആ ട്രക്ക് പോയി കഴിഞ്ഞതും അവരെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആ കാറുകാരുണ്ടല്ലോ, അവരും അവിടുന്ന് പോയിരുന്നു. വണ്ടിയും ശരിയാക്കി എത്രയും വേഗം അവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാമെന്ന് കാത്തു നിൽക്കുകയായിരുന്നു അർജുൻ. പക്ഷെ അവിടേക്ക് ഒരു വണ്ടികളും വരുന്നതേയില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ അർജുൻ ആണെങ്കിൽ വണ്ടി എങ്ങനെയെങ്കിലും ശരിയാക്കാമെന്ന് കരുതി അത് ശരിയാക്കുവാനായി നോക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിലേക്ക് വരുന്ന ഒരു കേബിള് മാത്രം വിട്ടുകിടക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയെങ്കിലും റെഡിയാക്കി വെച്ച് കാറും സ്റ്റാർട്ട് ചെയ്ത് ഉടനെ തന്നെ ട്രക്ക് പോയ ആ ഒരു റൂട്ടിലേക്ക് പോകും. എവിടെയാണോ ദീപികയും രക്ഷിത്തും കയലിനെ ഇറക്കി വിടാമെന്ന് പറഞ്ഞത് ആ ഒരു സ്ഥലത്ത് ചെന്ന് ഇവിടെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിരുന്നോ എന്ന് തിരക്കുമ്പോൾ ഇവിടെ ആരും വന്നില്ല എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പറഞ്ഞത്. അർജുൻ എന്തൊക്കെയോ വശപ്പിശക് തോന്നുന്നു. കാരണം രക്ഷിതും ദീപികയും അവളെ ഇറക്കി വിടാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ദേ ഇപ്പോൾ കയലില്ല. അവിടെ എല്ലാവരോടും അന്വേഷിച്ചിട്ടും കയലിനെ കുറിച്ച് യാതൊരുവിധ വിവരവുമില്ല. അർജുനാണെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയാതെ വീണ്ടും കാറെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ഒരു ട്രക്ക് കാണുന്നു. അർജുൻ ഉടനെ തന്നെ ആ ഒരു ട്രക്കിനെ ഫോളോ ചെയ്തു പോയി അത് തടഞ്ഞു നിർത്തും. ആ ട്രക്ക് ഓടിച്ചിരുന്നത് രക്ഷിത് തന്നെയായിരുന്നു. പക്ഷെ ട്രക്കിനുള്ളിൽ ദീപികയില്ല. രക്ഷിത്തിനോട് എന്റെ വൈഫ് എവിടെ, ഞാൻ അവിടെ പോയി അന്വേഷിച്ചിട്ടും അവൾ അവിടെ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. എന്തെന്നാൽ അർജുനെ കണ്ട രക്ഷിത് പറയുന്നത്, നിങ്ങൾ ആരാ, ഞാൻ ഇപ്പോഴാ നിങ്ങളെ കാണുന്നത്, നിങ്ങളുടെ വൈഫ് ആരാ എന്നൊക്കെയുള്ള രീതിയിൽ അർജുനെ അറിയാത്തതുപോലെ രക്ഷിത് സംസാരിക്കും. ദേഷ്യം വന്ന അർജുനാണെങ്കിൽ ദേ കളിക്കാതെ എന്റെ വൈഫ് എവിടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രക്ഷിതാണെങ്കിൽ നിങ്ങളുടെ വൈഫോ, എനിക്കറിയത്തില്ല, എന്നോടൊപ്പം ആരുമില്ല എന്നൊക്കെ പറയുന്നു. രക്ഷിത്തിന്റെ വൈഫായ ദീപികയെ പറ്റി ചോദിക്കുമ്പോഴും ദീപികയോ അതാരാ എന്ന മട്ടിൽ നിൽക്കുകയാണ് രക്ഷിത്. അതേസമയം തന്നെ അവിടേക്ക് പോലീസ് വരും. നടന്ന സംഭവമെല്ലാം അർജുൻ പോലീസിനോട് പറയുന്നു. രക്ഷിത്തിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് രക്ഷിത്ത് പറയുന്നത്, ഇയാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്, എനിക്കിവരെ അറിഞ്ഞേകൂടാ എന്നുള്ള രീതിയിലാണ് രക്ഷിത്ത് സംസാരിക്കുന്നതും. പോലീസ് ഉടനെ തന്നെ ആ ട്രക്ക് ആകെ പരിശോധിക്കും. അതിനുള്ളിൽ ദീപികയും കാണുന്നില്ല, കയലിനെയും കാണുന്നില്ല. അർജുനെ അറിയില്ല എന്ന് തന്നെ രക്ഷിത്ത് ഉറച്ചു നിൽക്കും. എന്നാൽ അർജുൻ ചിന്തിക്കുന്നത്, ഇവൻ എന്താ ഇങ്ങനെ പറയുന്നത്, കുറച്ചു നേരം മുമ്പല്ലേ നമ്മൾ പരസ്പരം കണ്ടത്, എന്നിട്ട് ഇവൻ എന്തായി കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു നിൽക്കുകയാണ് അർജുൻ. എന്നാൽ രക്ഷിത്തിനെ ചോദ്യം ചെയ്ത പോലീസാണെങ്കിൽ കുറെ വിവരമൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം രക്ഷിത്തിനെ അവിടെ നിന്ന് പറഞ്ഞുവിടും. അതിനുശേഷം അർജുനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് അർജുനോട് പറയുന്നത്, ഒരു കാര്യം ചെയ്യ്, ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ തരാം, അദ്ദേഹത്തെ പോയി കാണുവാനായി പറഞ്ഞ് അർജുനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ അർജുൻ ആ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനടുത്തേക്ക് എത്തി. ആ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടോ, അതോ നിങ്ങൾക്ക് വേറെ വല്ല അഫെയറുമുണ്ടോ, അതോ നിങ്ങളുടെ വൈഫിന് വേറെ വല്ല അഫെയറുമുണ്ടോ? ആ ചോദ്യങ്ങൾക്കൊന്നും അർജുന് മറുപടിയില്ലായിരുന്നു. എന്നാൽ അർജുനാണെങ്കിൽ പോകുവാനായി ഇറങ്ങുന്ന സമയം തന്നെ ആ ഒരു പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, ഈ നാട്ടില് ആരെ കടത്തിക്കൊണ്ട് പോയാലും കൊന്നു കളഞ്ഞാലും ഇവിടെ FIR ഇടത്തില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിൽ ആരെങ്കിലും വല്ലതും ചെയ്ത് കാണുമോ, അങ്ങനെ ഒന്ന് അന്വേഷിക്കുവാനായിട്ടും അർജുനോട് പറയുന്നു. അതിനുശേഷം അർജുൻ നേരെ വന്നത് രക്ഷിതും വൈഫും കയലിനെ ഇറക്കിയേക്കാമെന്ന് പറഞ്ഞ സ്ഥലമുണ്ടല്ലോ, അവിടേക്കായിരുന്നു. ആ ഒരു സ്ഥലത്തെ ആളുകളുടെ പ്രവൃത്തിയൊന്നും അർജുൻ അത്ര ശരിയായി തോന്നിയില്ല. അവരെല്ലാവരും അർജുനെ ഒരുമാതിരിയാണ് നോക്കുന്നതും. മാത്രമല്ല CCTV ഫുട്ടേജ് ഒക്കെ ചെക്ക് ചെയ്യുന്ന അർജുനെ അവിടെ നിന്നും കടയുടെ ഓണർ ആണെങ്കിൽ വഴക്ക് പറഞ്ഞ് ഇറക്കിവിടും. പുറത്തേക്ക് ഇറങ്ങുന്ന അർജുൻ കാണുന്നത് അവിടെ ഒരു വണ്ടിയൊക്കെ ശരിയാക്കിക്കൊണ്ടും തുടച്ചുകൊണ്ടും നിൽക്കുന്ന ഒരു മെക്കാനിക്കിനെയായിരുന്നു. മാത്രമല്ല അടുത്തൊരു ബൂത്തും ഉണ്ടായിരുന്നു. അർജുൻ അവിടെ കയറി ഫോൺ ചെയ്യുവാനായി വരുന്ന സമയത്ത് ആ ഒരു മെക്കാനിക്ക് അർജുനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വൈഫിനെയാണോ തിരക്കുന്നത്? അർജുനാണെങ്കിൽ അതേ എന്ന് പറയുന്നു. ആ ഒരു മെക്കാനിക്കിനെ കണ്ടാൽ മാനസിക നില ശരിയല്ലാത്തതുപോലെയാണ് തോന്നുന്നത്. എന്നിട്ട് അയാൾ പറയുന്നത്, നിങ്ങളുടെ വൈഫിനെ ഒരാളും അയാളുടെ വൈഫും കൂടി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിരുന്നു, ദേ ഈ വഴിയാ പോയതെന്നും പറയുന്നു. ആ ഒരു മെക്കാനിക്ക് കാണിച്ചു കൊടുത്ത വഴിയെ അർജുൻ കാർ എടുത്തു പോകും. എന്നാൽ കുറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ കാണുന്നത് അർജുനെ ശല്യം ചെയ്ത ആ വണ്ടിയിൽ വന്ന കുറച്ചു പേരുണ്ടല്ലോ, അവരുടെ കാർ അവിടെ കിടക്കുന്നതാണ്.
കാറിൽ നിന്നും പുറത്തിറങ്ങിയ അർജുൻ അവിടെ മാകെ പരിശോധിച്ചു നോക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് വന്ന് ആരോ അർജുനെ തല്ലുന്നു. അത് ആ കാറിലുണ്ടായിരുന്നവരായിരുന്നു. അർജുനുമായിട്ട് ആദ്യമേ പ്രശ്നം ഉണ്ടാക്കിയിരുന്നവർ. അർജുനെ ഒരുപാട് ഉപദ്രവിക്കും. മാത്രമല്ല കൂടാതെ ആ ഒരു മെക്കാനിക്കും ഉണ്ടായിരുന്നു. അവർ മനഃപൂർവ്വം പണി കൊടുത്തതാണെന്ന് അർജുന് മനസ്സിലായി. ഈ മെക്കാനിക്കും എല്ലാവരും ചേർന്ന് ഒരു സ്കെച്ച് ഇട്ടതാണ്. എന്നാൽ അവിടേക്ക് 2 പേർ കൂടി എത്തുന്നു. അത് മറ്റാരുമല്ല, രക്ഷിതും വൈഫായിട്ടുള്ള ദീപികയുമായിരുന്നു. അവരോട് എന്റെ വൈഫ് കയൽ എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത്, നിന്റെ വൈഫ് കയലിനെ വേണമെങ്കിൽ നിന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പാദ്യവും ഞങ്ങൾക്ക് തരണം, എന്നാൽ നിന്റെ ഭാര്യയെ വിട്ടുതരാമെന്ന് പറയുന്നു. നിങ്ങൾ എല്ലാവരും ചേർന്ന് പ്ലാൻ ചെയ്താണോ എന്റെ വൈഫിനെ കടത്തിയതെന്ന് അർജുൻ ചോദിക്കുന്ന സമയത്ത് രക്ഷിതും ദീപികയും പറയും, അല്ല, നിന്റെ വൈഫ് തന്നെയാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നു. അത് കേട്ടതും അർജുൻ ഞെട്ടിപ്പോകും. എന്നിട്ടവർ ഒരു സത്യം കൂടി അർജുനോട് തുറന്നു പറയുന്നു. നിന്റെ വൈഫിന് മറ്റൊരാളുമായി റിലേഷൻ ഉണ്ടായിരുന്ന കാര്യം നിനക്കതറിയാമല്ലോ. അവൾക്ക് അയാളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിന് നീ ഒരു തടസ്സമായിരുന്നു. നീ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ നീ ഡിവോഴ്സും കൊടുക്കത്തില്ല. പിന്നെ അയാളോടൊപ്പം ജീവിക്കുന്നതിൽ നീ ജീവിച്ചിരിക്കുന്നത് കയലിനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നിന്നെ കൊന്നു കളയാനായിട്ടാണ് കയൽ നമ്മളോട് ഏർപ്പാടാക്കിയതും. പിന്നെ ഒരു കാര്യം, നിനക്ക് ജീവിക്കാനായിട്ട് അവസരമുണ്ട്. ഒന്നുകിൽ അവൾ തന്നതിനേക്കാൾ കൂടുതൽ കാശ് നീ ഞങ്ങൾക്ക് തരണം. അങ്ങനെയാണെങ്കിൽ നിന്നെ വെറുതെ വിടാം, നിന്റെ ഭാര്യയെ ഞങ്ങൾ കൊല്ലും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാശ് നീ ഞങ്ങൾക്ക് തന്നാൽ നിന്റെ ഭാര്യയെ നിനക്ക് വിട്ടുതരാമെന്നും അവർ പറയുന്നു. അത് കേട്ട് അർജുൻ ഒരു കാര്യം ചിന്തിക്കും. എന്തായാലും കയൽ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഇവർ പറയുന്നതൊന്നും സത്യമല്ല എന്ന കാര്യം അർജുൻ ചിന്തിക്കുന്നു. കയലിനെ സ്ട്രോങ് ആയിട്ട് അർജുൻ വിശ്വസിച്ച് നിൽക്കുന്നത് മനസ്സിലാക്കിയ രക്ഷിതും ദീപികയും പറയും, നിന്റെ ഭാര്യ തന്നെയാ ഈ സ്കെച്ചിട്ടത്. പിന്നെ വരുന്ന വഴിയിൽ അവൾ ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. അത് നീ ശ്രദ്ധിച്ചു കാണും. നിന്റെ ഭാര്യ ഇട്ട സ്കെച്ചാണിതെന്ന് പറയുന്നു. ഞങ്ങൾ പറയുന്ന കാശ് നീ ഞങ്ങൾക്ക് തരണം. നിന്റെ അക്കൗണ്ടിൽ കിടക്കുന്ന മുഴുവൻ കാശും നീ ഞങ്ങൾക്ക് തന്നാൽ നിന്റെ ഭാര്യയെ വെറുതെ വിടാം. അടുത്തൊരു ബാങ്ക് ഉണ്ട്, അവിടെ പോയി നീ കാശ് വിത്ഡ്രോ ചെയ്തോണ്ട് വാ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യയുള്ള സ്ഥലം പറഞ്ഞു തരാമെന്നും അവർ പറയുന്നു. അർജുനെ ആ കാറിൽ വന്നവർക്കടുത്താക്കിയിട്ട് രക്ഷിതും ദീപികയും അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് കയലിനെയാണ്. കയലിനെ ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെയുള്ളവരെല്ലാം ചേർന്ന് അവളെ ഒരുപാട് ദ്രോഹിക്കുന്നുമുണ്ട്. കയൽ ഒരുപാട് കരയും. എന്നാൽ അവിടേക്ക് ദീപിക എത്തും. ദീപിക കയലിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, ഈ ഒരു കൊട്ടേഷനെ ഞങ്ങൾക്ക് തന്നത് നിന്റെ ഹസ്ബൻഡാ. അതിന്റെ കാരണം അറിയണ്ടേ? നിനക്ക് മറ്റൊരാളുമായിട്ട് അഫയർ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നിന്നെ കൊന്നു കളയാനായി പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നതെല്ലാം കേട്ട് കയൽ ഷോക്കായി പോകും. തന്റെ ഹസ്ബൻഡ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് അവൾ പറയുന്ന സമയത്തും, നിന്റെ ഹസ്ബൻഡ് തന്നെയാ ഞങ്ങൾക്ക് ഈ കൊട്ടേഷൻ തന്നതെന്ന് ദീപികയും പറയുന്നു. എന്നാൽ അവർ പറയുന്നതൊന്നും പൂർണ്ണമായി വിശ്വസിക്കുവാനായിട്ട് കയൽ കൂട്ടാക്കിയതേയില്ല. സത്യത്തിൽ ഇത് അർജുന്റെയോ കയലിന്റെയോ പ്ലാൻ ഒന്നുമല്ല. ഇത് രക്ഷിതിന്റെയും ദീപികയുടെയും പ്ലാൻ തന്നെയാണ്. ഇവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും കാശടിച്ചെടുക്കുക. എന്നിട്ട് കയലിനടുത്ത് വന്നിട്ട് അർജുനാണ് ഈ ഒരു കൊട്ടേഷൻ തന്നതെന്ന് പറയും. അർജുനടുത്ത് ചെന്നിട്ട് കയലാണ് കൊട്ടേഷൻ കൊടുത്തതെന്ന് പറയും. അങ്ങനെ അവരുടെ 2 പേരുടെയും മനസ്സിൽ തമ്മിൽ ശത്രുത ഉണ്ടാക്കുക, കാശടിച്ചെടുക്കുക. ഇത് തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശവും. മറ്റൊരു വശത്ത് അർജുനാണെങ്കിൽ ബാങ്കിൽ പോയി കാശുകളെല്ലാം വിഡ്രോ ചെയ്തുകൊണ്ട് വരും. എന്നാൽ ആ വണ്ടിയിലിരിക്കുന്നവർ കാശ് ചോദിക്കും. അർജുൻ പറയുന്നത്, ഇല്ല, എന്റെ വൈഫിനെ എന്റെ കൺമുന്നിൽ കണ്ടാൽ മാത്രമേ ഞാൻ കാശ് തരൂ, ഇല്ല എങ്കിൽ കാശ് തരില്ലെന്ന് പറയും. എന്നാൽ അവർ പറയുന്നത്, നീ കാശ് തന്നില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വൈഫിനെ കൊന്നുകളയും, കാശ് തരുവാനായും പറഞ്ഞു. എന്നാൽ അവിടെ വെച്ച് അർജുനും ആ കാറിലുള്ളവരുമായി ഫൈറ്റ് നടക്കും. ഒരുപാട് ഫൈറ്റിന് ശേഷം അർജുൻ വീണ്ടും അവരോട് ചോദിക്കുന്നത്, എവിടെയാ എന്റെ വൈഫുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, നീ കാശ് തന്നാൽ മാത്രം നിന്റെ വൈഫുള്ള സ്ഥലം പറഞ്ഞു തരാം എന്നായിരുന്നു അവരുടെ മറുപടിയും. വീണ്ടും ഫൈറ്റ് നടക്കും. എന്നാൽ ആ ഫൈറ്റിനൊടുവിൽ കാറിലുള്ള ഒരാളാണെങ്കിൽ കാശുമെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. ദേ ഇപ്പോൾ അർജുൻ കാശ് നഷ്ടപ്പെട്ടു നിൽക്കുന്നു, ഭാര്യയെ നഷ്ടപ്പെട്ടു നിൽക്കുന്നു. കയ്യിൽ എവിടെയാണ് ഉള്ളതെന്ന് അർജുൻ അറിയത്തു പോലുമില്ല. എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ആലോചിച്ച് വട്ടായി നിൽക്കുകയാണ് അർജുൻ. അർജുൻ കുറച്ചു കാര്യങ്ങൾ ഒന്നുകൂടി ചിന്തിക്കും. കയലിനെ അവർ ഇറക്കി വിട്ടേക്കാമെന്ന് പറഞ്ഞ ആ ഒരു സ്ഥലമുണ്ടല്ലോ, ഒരു റെസ്റ്റോറന്റും ബാറും കൂടി ചേർന്ന സ്ഥലം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചിന്തിക്കുകയാണ്. അർജുൻ അവിടെ എത്തി ഓരോരുത്തരോടും ചോദിക്കുന്ന സമയത്ത് അവരുടെ പ്രവൃത്തികളെല്ലാം വ്യത്യസ്തമായിരുന്നു. അവിടെ ഒരു വയസ്സായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. എന്നാൽ അയാളാണെങ്കിൽ അർജുന്റെ ചോദ്യങ്ങൾക്കൊന്നും വലുതായി മറുപടിയൊന്നും കൊടുക്കുന്നതുമില്ല. മാത്രവുമല്ല അർജുനെ വല്ലാത്ത രീതിയിലാണ് നോക്കുന്നത് പോലും. അതെല്ലാം അർജുൻ ചിന്തിക്കും. അവരുടെയൊക്കെ പെരുമാറ്റത്തിൽ എന്തോ വശപിശക് തോന്നിയ അർജുനാണെങ്കിൽ ഉടനെ തന്നെ ആ ബാറിലേക്ക് പോകുന്നു. അർജുൻ പറഞ്ഞ ആ വയസ്സായിട്ടുള്ള ആളുണ്ടല്ലോ, അയാൾ അവിടെ ഉണ്ടായിരുന്നു. അർജുൻ അയാൾ പോകുവാനായി ഇറങ്ങിയപ്പോൾ അയാളെ ഫോളോ ചെയ്തു പോകും. അർജുന് ആദ്യം മുതലേ തന്നെ ആ വയസ്സായ ആളിനെ നല്ല സംശയമുണ്ടായിരുന്നു. അയാളെ ഫോളോ ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ അർജുൻ കണ്ട കാഴ്ച, ആ ബാറിലുണ്ടായിരുന്ന എല്ലാവരും ആ വയസ്സായ ആളുടെ വീട്ടിലുണ്ട്.
അപ്പോൾ അർജുൻ ചിന്തിക്കും, ഇവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം, ഇവരെ വിശദമായി ഒന്ന് ചോദ്യം ചെയ്താൽ കയൽ എവിടെയുണ്ടെന്ന് കണ്ടെത്താമെന്ന് കരുതി അർജുൻ അകത്തേക്ക് കയറി എല്ലാവരെയും അടിക്കും. അങ്ങനെ ആ ഒരു ഫൈറ്റിനൊടുവിൽ കുറച്ചു പേരാണെങ്കിൽ സത്യം തുറന്നു പറയുവാനായും തീരുമാനിച്ചു. അവർ പറയുന്നത് 4 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇരുമ്പ് ഫാക്ടറി ഉണ്ട്, അവിടെ എല്ലാവരും ഉണ്ടെന്ന് അവർ പറയുന്നു. അതനുസരിച്ച് അർജുൻ അവിടേക്ക് യാത്രയായി. ആ ഇരുമ്പ് ഫാക്ടറിയിൽ എത്തിയപ്പോൾ അർജുനെ ആദ്യം മുതലേ ടോർച്ചർ ചെയ്യുന്ന ആ വണ്ടിയിൽ വന്നവരുണ്ടല്ലോ, അർജുനുമായിട്ട് ഫൈറ്റ് നടന്ന് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ കുറച്ചു പേർ ആ ഒരു ഫാക്ടറിയിൽ ഉണ്ടായിരുന്നു. അവിടെ എത്തുന്ന അർജുനെ കണ്ടവർ അർജുനെ തല്ലുവാനായി വരും. അവിടെ വെച്ച് വീണ്ടും ഒരു ഫൈറ്റ് നടക്കും. അവരെയെല്ലാം അടിച്ചൊതുക്കിയ ശേഷം അർജുൻ അകത്തേക്ക് കടക്കും. എന്നാൽ അവിടെ മാകെ വല്ലാത്തൊരു സ്മെല്ലുണ്ടായിരുന്നു. മറ്റൊരു വശത്ത് രക്ഷിത്തിനെ കാണിക്കും. രക്ഷിത്താണെങ്കിൽ താൻ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും നശിപ്പിച്ചു കളയുവാനായും തീരുമാനിക്കുന്നു. ലാപ്ടോപ്പ്, മൊബൈല്, പേപ്പർ, പെന്ന് അങ്ങനെയുള്ള സകല സാധനങ്ങളും നശിപ്പിക്കുവാനായും തീരുമാനിക്കുകയാണ്. എന്തെന്നാൽ നമ്മളിവിടെ ഉണ്ടായിരുന്ന കാര്യം ഒരിക്കലും മറ്റാർക്കും അറിയാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് നശിപ്പിക്കുവാനായും തീരുമാനിച്ച് ഒരു മെഷീനുള്ളിലേക്കിടും. ഫാക്ടറിക്കുള്ളിലേക്ക് കടന്ന അർജുനാണെങ്കിൽ ദീപികയുടെ കയ്യിൽ വന്ന് പെടുകയാണ്. ദീപികയുമായി ഒരു ഫൈറ്റ് നടക്കും. എന്നാൽ ദീപിക പറയുന്നത്, നിന്റെ വൈഫ് എപ്പോഴേ നരകത്തിലേക്ക് പോയി, നീ എന്തിനാ ഇനി അവളെ അന്വേഷിക്കുന്നത് എന്ന് ദീപിക പറയുമ്പോൾ അത് കേട്ട് അർജുന് ദേഷ്യം വരും. വീണ്ടും അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടക്കും. ഒരു ഘട്ടത്തിൽ ദീപിക കാല് തെന്നി ആസിഡിനുള്ളിലേക്ക് വീണ് അവൾ മരണപ്പെടുന്നു. അത് രക്ഷിത് കണ്ടുകൊണ്ടുവരും. രക്ഷിതിന് അത് സഹിക്കാനായി പറ്റിയില്ല. പിന്നീട് രക്ഷിതിനെയും ദീപികയും പറ്റിയുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. എന്തെന്നാൽ ഇവർ രണ്ടുപേരും ഒരു മെന്റൽ ഹെൽത്ത് സെന്ററിലുള്ളവരായിരുന്നു. ഇവർക്ക് മാനസികമായി ചെറിയ പ്രശ്നമുണ്ട്. എന്തെന്നാൽ പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് സങ്കടപ്പെടും, പെട്ടെന്ന് സന്തോഷിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു സൈക്കോ പോലെ. ഇവർക്ക് ദേഷ്യം വന്നാൽ ഇവരെ പോലും കൺട്രോൾ ചെയ്യാനായും പറ്റത്തില്ല. അത് മനസ്സിലാക്കിയ ഇവരുടെ രണ്ടുപേരുടെയും വീട്ടുകാരാണ് ഇവരെ മെന്റൽ ഹെൽത്ത് സെന്ററിലേക്ക് മാറ്റിയത്. അവിടെ വെച്ചാണ് ഇവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നത്. പല തവണയായിട്ട് ദീപിക തന്റെ അച്ഛനോടും അമ്മയോടും ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചിരുന്നു. പക്ഷെ ആ ലെറ്റർ ഒന്നും അവർ മൈൻഡ് ചെയ്തതേയില്ല. ദീപികയെ അവർ പുറത്തിറക്കിയതുമില്ല. എന്നാൽ അവൾ രക്ഷിതിനോട് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. വീട്ടുകാരാൽ സാധിക്കാത്തത് രക്ഷിത വഴി അവൾ സാധിച്ചെടുത്തു. അവിടെ നിന്നും രണ്ടുപേരും രക്ഷപ്പെട്ടു പുറത്തു വന്ന ഉടനെ അവർ രണ്ടുപേരും ചെയ്തത് അവരുടെ വീട്ടുകാരെയൊക്കെ അങ്ങ് കൊന്നുകളഞ്ഞു. ഇതുവരെയും ആരാലും പിടിക്കപ്പെടാൻ പറ്റാത്ത, അടയാളം പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധമാണ് ഇവർ രണ്ടുപേരും ജീവിച്ചു പോകുന്നതും. ഫ്ലാഷ് ബാക്ക് അവിടെ അവസാനിക്കുന്നു. ദീപിക മരിച്ചതിന്റെ ദേഷ്യം താങ്ങാനാകാതെ രക്ഷിതാണെങ്കിൽ അലറുകയാണ്. അവിടെ വെച്ച് അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. എന്നാൽ ആ ഫൈറ്റിനിടയിലാണെങ്കിൽ അർജുൻ ചോദിക്കുന്നുണ്ട്, കയൽ എവിടെയാ? പക്ഷെ അതിന് രക്ഷിതാണെങ്കിൽ മറുപടി കൊടുക്കത്തേയില്ല. എന്നോടൊപ്പമുള്ള എല്ലാവരും പോയി, ദേ ഇപ്പോൾ ദീപികയും പോയി, കയൽ എവിടെയുണ്ടെന്ന് ഞാൻ പറയത്തില്ല എന്ന് തന്നെ രക്ഷിത് പറയും. അത് കേട്ട് അർജുൻ ഒരുപാട് ദേഷ്യം വന്നു. അർജുനാണെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് പോലും കയൽ എവിടെയുണ്ടെന്ന് പറയുവാനായിട്ട് രക്ഷിത് കൂട്ടാക്കിയില്ല. എന്നാൽ രക്ഷിത് തനിയെ തന്നെ ഒരു മെഷീനിൽ ചെന്ന് അകപ്പെട്ട് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അർജുന്റെ മുന്നിലുള്ള എല്ലാ വഴികളും അടഞ്ഞു. ഇനി എങ്ങനെയാ കയലിനെ കണ്ടുപിടിക്കുക എന്ന് ചിന്തിച്ച് ആ ഒരു ഫാക്ടറി മുഴുവൻ അവൻ അന്വേഷിക്കും. പക്ഷെ കയലിനെ കണ്ടെത്തുവാനായും പറ്റിയില്ല. കയലുള്ളതിന്റെ സൂചനയായിട്ട് ഒന്നും തന്നെ അവൻ അവിടുന്ന് കിട്ടിയതുമില്ല. എല്ലാം പക്ക അവർ ക്ലിയർ ചെയ്തിരുന്നു. കയലിനെ രക്ഷിക്കാനാകാതെ വളരെ സങ്കടപ്പെട്ട് അർജുൻ നിൽക്കുന്ന സമയത്തായിരുന്നു അവിടെ ഒരു നായ് വന്ന് അവിടെ മാകി തോണ്ടുന്നത് അവൻ കാണുന്നത്. ആ നായെ അവിടെ നിന്ന് ഓടിച്ചു കളയുന്നു. എന്നാൽ ആ നായ് തോണ്ടിയ ഭാഗത്ത് ഒരു അറയുണ്ടായിരുന്നു. ആ ഒരു അറ തുറന്ന് താഴേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അവിടെ ബോധം കെട്ട് കിടക്കുന്ന കയലിനെ കാണും. ആ ഒരു അറയ്ക്കുള്ളിലായിരുന്നു രക്ഷിതും കൂട്ടരും കയലിനെ മറച്ചു വെച്ചിരുന്നതും. പക്ഷേ കയലിന് ജീവനുണ്ടായിരുന്നു. അവളെ അവിടെ നിന്ന് അർജുൻ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. ഒരുവിധം രക്ഷപ്പെട്ട കയലിനെ നേരെ അർജുൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് കയലിന്റെ അമ്മ വീട്ടിലേക്കായിരുന്നു. അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അർജുൻ പോകുവാനായി ഇറങ്ങും. ഇത്രയും സംഭവിച്ചിട്ടും കയൽ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടും കയലിന്റെ അഫെയർ അറിഞ്ഞിട്ടും കൂടിയും അർജുൻ ഇതുവരെയും അവളോടുള്ള സ്നേഹത്തിൽ ഒരു തരി പോലും കുറവ് വന്നിട്ടേയില്ല. അർജുൻ ജീവൻ പോലും പണയം വെച്ചാണ് തന്നെ രക്ഷിച്ചതെന്ന് കയലിന് ഇപ്പോൾ മനസ്സിലായല്ലോ. അർജുൻ പോകുവാനായി ഇറങ്ങിയ സമയം പിന്നാലെ കരഞ്ഞുകൊണ്ട് ഓടി വന്ന കയലാണെങ്കിൽ അർജുനോട് ചോദിക്കും, ഞാൻ നിന്നോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിട്ട് പോലും നീ എന്തിനാ എന്നെ രക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നത്, ഞാൻ നിന്നെ യഥാർത്ഥമായിട്ടാണ് പ്രണയിച്ചത്. ഇതുവരെയും നിന്നോടുള്ള സ്നേഹത്തിന് എനിക്ക് ഒരു തരി കുറവ് പോലും വന്നിട്ടില്ല എന്നുള്ള കാര്യം അർജുൻ പറയുന്നു. കയൽ പറയുന്നത്, എനിക്ക് ഡിവോഴ്സ് ഒന്നും വേണ്ട, നമുക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാമെന്ന് പറയുന്നു. അങ്ങനെ അർജുനും കയലും ഒന്നാവുകയാണ്. അതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.